بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയിൽ ഫിഖ് എന്ന വിഷയത്തിൽ വന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം നൂസിലു ബിൽ മുനാസബി. ബ്രാക്കറ്റിൽ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെ 5 കാര്യങ്ങൾ കൊടുത്തതിനോട് യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. അത്തമാദി ഫിൽ ഹുസൂമത്തി, തർക്കത്തിലേക്ക് വഴിവെക്കുന്ന കാര്യമാണ്. മഖ്റജുൻ നഫസി, ശ്വാസം പുറപ്പെടുന്ന സ്ഥലമാണ്. ഷാത്താനി, 2 ആട്. ഹുവൻ നദറുൽ മുഅല്ലഖു ബിശൈഇൻ, ഒരു കാര്യവുമായി ബന്ധപ്പെട്ട നേർച്ചയാണ്. മഖ്റജു ത്വആമി വശറാബി, അന്നപാനീയങ്ങൾ പുറപ്പെടുന്ന സ്ഥലമാണ്. ഹുവ മാ യത്ലുബു ബിഹി അൽ ബിർറു വത്തഖറബു ഇലല്ലാഹ്, അല്ലാഹുവിൻ്റെ സാമീപ്യവും നന്മയും ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇതാണ് ബ്രാക്കറ്റിലുള്ളത്. ഒന്നാമത്തെ ചോദ്യം, നദറു മുജാസാത്തിൻ. നദർ മുജാസാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനോട് യോജിച്ചത് ഏതാണ്? ഹുവൻ നദറുൽ മുഅല്ലഖു ബിശൈഇൻ, ഒരു കാര്യവുമായി ബന്ധപ്പെട്ട നേർച്ചയ്ക്കാണ് നദറു മുജാസാത്തി എന്ന് പറയുക. നമ്മുടെ പാഠഭാഗത്തിലുണ്ട്, എൻ്റെ അസുഖം അള്ളാഹു ഷിഫിയാക്കിയാൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന് നേർച്ചയാക്കും പോലെ. 2, അൽ ലജാജു. ലജാജ് എന്ന് പറഞ്ഞാൽ അതിനോട് യോജിച്ചത് ഏതാണ്? ലജാജ് നേർച്ച എന്ന് പറഞ്ഞിട്ട് അവസാനം ഉണ്ട്, അവസാനത്തെ പാഠത്തിൽ. അത്തമാദി ഫിൽ ഹുസൂമത്തി, തർക്കത്തിലേക്ക് വഴിവെക്കുന്ന വലിച്ചു വീഴ്ത്തുന്ന കാര്യമാണ് അൽ ലജാജ്. അപ്പം അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക. 3, നദറു തബറുർ. നദറു തബറുർ എന്ന് പറഞ്ഞാൽ ഹുവ മാ യത്ലുബു ബിഹി അൽ ബിർറു വത്തഖറബു ഇലല്ലാഹ്, അല്ലാഹുവിൻ്റെ സാമീപ്യവും നന്മയും ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതാണ് നദർ തബറുർ. അപ്പം അതിൻ്റെ നേരെ എഴുതുക. 4, അൽ ഹുൽഖൂം. ശ്വാസനാളം എന്ന് പറഞ്ഞാൽ എന്താണ്? മഖ്റജുൻ നഫസി, ശ്വാസം പുറപ്പെടുന്ന സ്ഥലത്തിനാണ് അൽ ഹുൽഖൂം എന്ന് പറയുക. അപ്പോൾ മഖ്റജുൻ നഫസി എന്ന് അവിടെ എഴുതുക. 5, അൽ മരീഉ, അന്നനാളം. അതിനോട് യോജിച്ചത് മഖ്റജു ത്വആമി വശറാബി, ഭക്ഷണവും പാനീയവും പുറപ്പെടുന്ന സ്ഥലമാണ് അന്നനാളം. അപ്പോൾ അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക. 6, അൽ അഫ്ളലു അൻ യുദ്ബഹ അനിൽ ഗുലാമി, ആൺകുട്ടിക്ക് അറുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഷാത്താനി എന്ന് ബ്രാക്കറ്റിലുണ്ട്. അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക. 2ാമത്തെ പ്രവർത്തനം നുബയ്യിനു ഇസ്നൈൻ, 2 വീതം എഴുതാം. 2 എണ്ണം വ്യക്തമാക്കി എഴുതാം. 2ൽ 1, മാ യുസന്നു അഖിബൽ വിലാദത്തി, കുട്ടി ജനിച്ച ഉടനെ സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് 2 എണ്ണം എഴുതണം. 1, കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുക. മറ്റൊന്ന് സൂറത്തുൽ ഇഖ്ലാസ്, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, അല്ലെങ്കിൽ കുട്ടിയുടെ ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുക. ഇതൊക്കെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 2ൽ 2ാമത്തേത്, മാ യുസ്തഹബ്ബു ഫിൽ അഖീഖത്തി, അഖീഖയിൽ സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഖീഖത്ത് അറുക്കുമ്പോൾ സുന്നത്തായ കാര്യങ്ങൾ, അതിൽ നിന്ന് 2 എണ്ണം എഴുതുക.
7 കാര്യങ്ങളുണ്ടല്ലോ, 7 8 കാര്യങ്ങളുണ്ട്. അല്ലാഹുമ്മ ഹാദാ മിൻക വഇലൈക അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി എന്ന് പറയുക. അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയത്തായിരിക്കുക, കുട്ടി ജനിച്ച 7ാമത്തെ ദിവസമായിരിക്കുക, നല്ല പേരിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. 3ാമത്തെ ചോദ്യം, അർക്കാനു സ്വലാത്തി അലൽ മയ്യത്ത്, മയ്യത്ത് നിസ്കാരത്തിന്റെ റുക്നുകൾ ഏതൊക്കെയാണ്? 7 റുക്നുകൾ മയ്യത്ത് നിസ്കാരത്തിനുണ്ടല്ലോ, അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുക. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് നിയത്ത് ചെയ്യുക, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക, പിന്നെ ഫാത്തിഹ ഓതുക, 4 തക്ബീറുകൾ ചൊല്ലുക, ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഏതെങ്കിലും 2 എഴുതുക. അടുത്ത പ്രവർത്തനം നുതമ്മിമു എന്നാണ്. പൂർത്തിയാക്കാം, പൂരിപ്പിക്കാം. ഇവിടെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അത് പൂരിപ്പിച്ചു കൊടുക്കണം. 1ാമത്തേത്, ഖാല ജാബിറുൻ റളിയല്ലാഹു അൻഹു നഹർന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബദനത അൻ സബഅത്തിൻ. അതിന്റെ ശേഷം വിട്ടുപോയത് ചേർത്ത് കൊടുക്കുക. അൽ ബദനത അൻ സബഅത്തിൻ അൽ ബഖറത അൻ സബഅത്തിൻ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനോട് കൂടെ ഞങ്ങൾ 7 ആളുകൾ ചേർന്ന് ഒരു ഒട്ടകത്തെയും 7 ആളുകൾ ചേർന്ന് ഒരു മാടിനെയും അറുത്തിട്ടുണ്ടായിരുന്നു. 2ാമത്തെ ചോദ്യം, ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹ. അതിന്റെ ശേഷം വിട്ടുപോയത് ചേർത്ത് കൊടുക്കുക. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുന്തും നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ. മുൻപ് സിയാറത്ത്, ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ നിങ്ങളോട് നിരോധിച്ചിരുന്നു. ഫസൂറുഹ, എന്നാൽ ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്യുക. ഫഇന്നഹ തുദക്കിറുൽ ആഖിറ, അത് പരലോകത്തെ, പാരത്രിക ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അപ്പൊ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഫഇന്നഹ തുദക്കിറുൽ ആഖിറ എന്നാണ്. 3ാമത്തേത്, ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്സ മുസ്വാബൻ ഫലഹു മിസ്ലു അജ്രിഹി എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിപത്തെത്തിയവനെ ആരെങ്കിലും ആശ്വസിപ്പിച്ചാൽ ഫലഹു, അവനുണ്ട്, മിസ്ലു അജ്രിഹി, അവനുള്ളതുപോലത്തെ പ്രതിഫലം ഇവനും ഉണ്ട്. 4ാമത്തെ ചോദ്യം, ഇൽബസു മിൻ സിയാബിക്കും അൽ ബയാൽ ഫഇന്നമ ഖൈറു സിയാബിക്കും. അതിന്റെ ശേഷം പൂരിപ്പിച്ചു കൊടുക്കണം. അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് വകഫിനു ഫിഹ മൗതാക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽബസു മിൻ സിയാബിക്കും അൽ ബയാൽ, നിങ്ങൾ വെള്ളവസ്ത്രം ധരിക്കുക. ഫഇന്നഹ ഖൈറു സിയാബിക്കും, വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ്. വകഫിനു ഫിഹ മൗതാക്കും, നിങ്ങളിൽ നിന്നും മരിച്ചവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക. 4ാമത്തെ പ്രവർത്തനം നുജീബു, നമുക്ക് ഉത്തരം എഴുതാം. താഴെ 5 ചോദ്യങ്ങൾ ഉണ്ട്, അതിനൊക്കെ ശരിയായ രൂപത്തിലുള്ള ഉത്തരം എഴുതുക. 1ാമത്തെ ചോദ്യം, അൽ വദജാനി മാഹുമാ. വദജാനി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അദ്ദബ്ഹ് എന്ന പാഠത്തിലുണ്ട്. വദജാനി എന്നാൽ കഴുത്തിന്റെ 2 ഭാഗത്തുള്ള 2 ഞരമ്പുകളാണ്. ഹുമ ഇറക്കാനി ഫി
സുഫ്ഹതൈ അൽ ഉനുഖി എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, അൽ അഖീഖത്തു ശറഅൻ. ഷറഇല് അഖീഖത്ത് എന്ന് പറഞ്ഞാൽ, അഖീഖത്ത് അറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷറഇൽ അഖീഖത്ത് എന്നാൽ വഫി ഷറഇ മാ യുദ്ബഹു ഇൻദ ഹൽഖി റഅസിഹി ശഅരിഹി. ഷറഇൽ അഖീഖത്ത് എന്നാൽ കുട്ടിയുടെ മുടി കളയുന്ന സമയത്ത് അറുക്കപ്പെടുന്നതിനാണ് ഷറഇല് അഖീഖത്ത് എന്ന് പറയുക. മൂന്നാമത്തെ ചോദ്യം, മാദാ ശുരിത ഫിൽ ഉദ്ഹിയ്യത്തി. ഉദ്ഹിയ്യത്തിൽ എന്താണ് ഷർത്താക്കപ്പെട്ടിട്ടുള്ളത്? സലാമത്തുഹാ മിൻ കുല്ലി ഐബിൻ യൻഖുസു ലഹ്മൻ. മാംസത്തിന് കുറവുണ്ടാക്കുന്ന എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതമായിരിക്കണം, രക്ഷപ്പെട്ടതായിരിക്കണം. നാലാമത്തെ ചോദ്യം, മാദാ യജിബു ഫി ദഫനിൽ മയ്യത്തി. മയ്യത്തിനെ മറവ് ചെയ്യുന്നതിൽ നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? യജിബു ഇൽജാഉൽ മയ്യിത്തു ലിൽ ഖിബ്ലത്തി വസദ്ദുൽ ഖബരി ബിമാ യംനഉ വഖൂഅ തുറാബി അലൈഹി സുമ്മ ഇഹാലത്തു തുറാബി അലൈഹി. മയത്തിനെ ഖിബ്ലയിലേക്ക് ചെരിച്ച് കിടത്തലും മയത്തിന്റെ മേൽ മണ്ണ് വീഴുന്നതിനെ തൊട്ട് തടയുന്ന വസ്തു കൊണ്ട് ഖബർ അടയ്ക്കലും പിന്നീട് ഖബറിന് മുകളിൽ മണ്ണ് കോരിയിടലും നിർബന്ധമാണ്. അഞ്ചാമത്തെ ചോദ്യം, അഷ്ഷഹീദു മൻ. ആരാണ് രക്തസാക്ഷി? മൻ ഖുതില അലൽ കുഫാർ. കാഫിര്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് മരണപ്പെട്ടവരാണ്, വധിക്കപ്പെട്ടവരാണ് രക്തസാക്ഷി. അഞ്ചാമത്തെ പ്രവർത്തനം, മാദാ യഖൂലു. എന്താണ് പറയേണ്ടത്? ഒന്നാമത്തേത്, ഫി തഅസിയത്തി മുസ്ലിമിൻ ബി മുസ്ലിമിൻ മുസാഫിഹൻ ലഹു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ തഅസിയത്ത് ചെയ്യുന്ന സമയത്ത് ഹസ്തദാനം ചെയ്തുകൊണ്ട് എന്താണ് പറയേണ്ടത്? അഅലമല്ലാഹു അജ്റക വ അഹ്സന അസാഅക വ ഗഫറ ലിമയ്യിതിക എന്നാണ് പറയേണ്ടത്. അത് അവിടെ എഴുതി കൊടുക്കുക. അതിൽ രണ്ടാമത്തേത്, മൻ യുദ്ഖിലു അൽ മയ്യിത അൽ ഖബറ. മയ്യത്തിനെ ഖബറിൽ പ്രവേശിപ്പിക്കുന്നവൻ എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. 3, ഫി സ്വലാത്തിൽ മയ്യിത്തി ബഅദ തക്ബീറത്തി റാബിഅത്തി. നാലാമത്തെ തക്ബീറിന്റെ ശേഷം മയ്യിത്ത് നിസ്കാരത്തിൽ എന്താണ് ചൊല്ലേണ്ടത്? നാലാമത്തെ തക്ബീറിന്റെ ശേഷം ദിക്റുകൾ സുന്നത്തൊന്നും ഇല്ല, എന്തെങ്കിലും ചൊല്ലൽ സുന്നത്തില്ല. പക്ഷെ സുന്നത്തായ ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അവസാനത്തെ പ്രവർത്തനം, നുതർജിമു. നമുക്ക് പരിഭാഷപ്പെടുത്താം, അർത്ഥം എഴുതാം. 1, ഇസ്തഗ്ഫിറു ലിഅഖീകും വസ്അലു ലഹു അത്തസ്ബീത ഫഇന്നഹുൽ ആൻ യുസ്അലു എന്നതിൻ്റെ അർത്ഥം എഴുതുക. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക, അവർക്ക് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെയും ചോദിക്കുക, കാരണം തീർച്ചയായിട്ടും അവർ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്.